RSS ശാഖയിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്നാരോപിച്ച യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായി നിതീഷ് മുരളീധരന്റെ കട അടിച്ചു തകർത്തു. കോട്ടയം കാഞ്ഞിരപ്പള്ളിക്ക് സമീപം കാപ്പാടുള്ള കടയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നിതീഷ് മുരളീധരൻ എന്നയാൾ NM എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാൾ, അയാളുടെ ഇപ്പോൾ ഒളിവിലാണ് എന്നൊക്കെയാണ് നേരത്തെ വാർത്ത വന്നത്. അയാളുടെ കട അടിച്ചു തകർത്തിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ കടക്കും എന്നത് നമ്മൾ നൽകിയിരുന്നു വാർത്ത. പുതിയ വിവരം എന്താണ്? അനുജ, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് യുവജന സംഘടനകൾ അടക്കം ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം പോകുന്നത്. ഇന്ന് രാവിലെ പൊൻകുന്നത്ത് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലാണ്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും നടക്കുകയാണ്. ഇതിനിടയിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഈ കാപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു പ്രതിഷേധ മാർച്ച് ഈ കടയിലേക്ക്, ഈ NM എന്ന് പറയുന്ന വ്യക്തിയുടെ കടയിലേക്ക് നടത്തിയത്. അവിടെ ആ കട പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ കടയുടെ ബോർഡുകളടക്കം തകർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അനന്തുവിന്റെ ആദ്യത്തെ പോസ്റ്റ് NM എന്നുള്ള പേര് മാത്രമായിരുന്നു. എന്നാൽ ഇന്നലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അത് നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് വ്യക്തമായി. ഇതേ തുടർന്നാണ് ഈ പ്രതിഷേധത്തിന്റെയൊക്കെ ഒരു രൂപം മാറിയത്. ശക്തമായ ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ അത് മാറുകയാണ്. പ്രത്യേകിച്ചും പേരെടുത്ത് പറഞ്ഞ് RSSനെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശമാണ് ഇന്നലെ പുറത്തു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധങ്ങളുടെ ടോബി. അനുജ, ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയുന്ന ലഭിക്കുന്ന ആ പ്രദേശത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വ്യക്തി അവിടെ ഇല്ല, നിലവിൽ ഈ പ്രദേശത്തൊന്നും ഇല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ്. ഒളിവിൽ പോയി എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം ഇവിടെ വന്ന് ചില മൊഴി രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒളിവിൽ പോയതാകാനുള്ള ഒരു സൂചനയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായ ഒരു നിയമോപദേശം അടക്കം വേണ്ടിവരും. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടക്കണമെങ്കിൽ നിയമോപദേശം അടക്കം തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം തേടി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് തമ്പാനൂർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊൻകുന്നത്താണ് ഇവരുടെ വീട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൊൻകുന്നം പോലീസിനെ കൂടി സഹകരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നടക്കുമോ അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.